ഇന്ന് രാവിലെ മുതൽ സങ്കടപ്പെടുത്തുന്ന ഒരു കുറിപ്പ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ എഴുതി പോവുകയാണ്. ഒരു പേജിൽ മാത്രമല്ല, ഒരുപാട് പേജുകളിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. ആ പേജുകൾക്കെല്ലാം സവിശേഷമായൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത നിങ്ങൾ നോക്കിയാൽ കണ്ടുപിടിച്ചാൽ മതി, ഞാൻ പറയുന്നില്ല. ഒരു തുടർച്ചയായി ഇന്ന് രാവിലെ തന്നെ ഒരു 7, 8, 10 FB പേജുകളിൽ ഞാൻ ഈ കുറിപ്പ് കണ്ടു. അവരുന്നം വെക്കുന്നത് നമ്മുടെ വേടനെയാണ്. കഴിഞ്ഞ ദിവസം മഹാത്മാ അയ്യങ്കാളി പുരസ്കാരമൊക്കെ വാങ്ങിച്ച് സംസാരിച്ചു മടങ്ങിയ വേടനെ. ആ വേടനെ ഉന്നം വെച്ച് നേർക്ക് നേരെ പറഞ്ഞാൽ ക്ലച്ച് പിടിക്കാത്തതുകൊണ്ട് കഥകളിലൂടെ, കവിതകളിലൂടെ, കടങ്കഥകളിലൂടെ ഒക്കെ ഇങ്ങനെ പറഞ്ഞു വെക്കുകയാണ്. നിങ്ങൾ സങ്കടപ്പെടരുത്, ഇതൊന്ന് കേൾക്കണം. ലളിതനാണ്, എഞ്ചിനീയറാണ്, സർക്കാർ ഉദ്യോഗസ്ഥനാണ്, മോഡലിങ്ങിൽ ഒരു കൈ നോക്കുന്നുണ്ട്, പ്രണയിച്ച് കെട്ടിയത് ഒരു നായർ പെൺകുട്ടിയെ, അതും ഇരു വീട്ടുകാരുടെയും സമ്മതത്തോടെ. ഇതാണ് ആമുഖം. ഇതിൽ നമ്മൾ സാധാരണ ഏതോ ഒരു മലയാളപ്പാട്ടിൽ സിനിമയിലെ ഗാനത്തിൽ പറയുമല്ലോ, ഊരില്ല പേരില്ല ഒഴുകും രാഗം ഞാൻ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഊരും പേരുമില്ലാത്ത കഥയാണ്. ചെക്കൻ ദളിതനാണ്, പെൺകുട്ടി നായരാണ്, എഞ്ചിനീയറാണ്, മോഡലിങ്ങിൽ കൈ നോക്കുന്നുണ്ട്. ഇനി കേട്ടോളൂ. ജാതിയിൽ കുറഞ്ഞവനാണെന്ന കോംപ്ലക്സ് നിന്നെപ്പോലെ തന്നെ ഉണ്ടായിരുന്നവനാണ് ഞാനും. വേടനെപ്പോലെ. പലയിടങ്ങളിൽ നേരിട്ട അവഗണനകൾ ജാതിയുടെ പേരിലാണെന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഇന്നെനിക്ക് ഉറപ്പിച്ച് പറയാനാകും, നല്ല ജോലിയും കയ്യിൽ കാശുമുണ്ടെങ്കിൽ ഏത് ദളിതനായാലും അവന് ബഹുമാനം കിട്ടും. ഇതൊന്നുമില്ലെങ്കിൽ ഇനി അവൻ ബ്രാഹ്മണനാണെന്ന് പറഞ്ഞാലും പട്ടിയുടെ വില പോലും ഉണ്ടാകില്ല. കേൾക്കുമ്പം വളരെ ഇതായിട്ട് തോന്നുന്നില്ലേ? അതായത് സമ്പത്താണ് ഇതിൻ്റെ അടിസ്ഥാനം. അത് ഗതികേട് കൊണ്ട് ബ്രാഹ്മണനില്ലെങ്കിൽ ബ്രാഹ്മണനും പട്ടിയാവും. ദളിതൻ്റെ കയ്യിൽ കാശൊരുപാടുണ്ട് ഇല്ലെങ്കിൽ കാശൊരുപാട് ഉണ്ടെങ്കിൽ അവൻ മിടുക്കനാവും, ഇല്ലെങ്കിൽ അവനും ഇതുപോലെ പട്ടി പോലെയാകും എന്നാണ് ബഹുമാന്യനായ ആ നായർ പെൺകുട്ടിയെ വിവാഹം കഴിച്ച ദളിതനായ എഞ്ചിനീയർ എഴുതിയിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുന്നേ കോളനിയിൽ കിടന്ന സുജിത്തിന് അവഗണനകൾ മാത്രമേ കിട്ടിയുള്ളൂ. എന്നാൽ ഇന്ന് ഫ്ലാറ്റിൽ കഴിയുന്ന സുജിത്തിന് എവിടെയും കയറിച്ചെല്ലാം. ജാതിയുടെ പേരിൽ എവിടെയും ക്ഷണിക്കപ്പെടാതിരിക്കുകയോ അവഗണിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. ജാതിയുടെ പേരിൽ ഒരു വാതിലും കൊട്ടിയടച്ചിട്ടില്ല. റിസർവേഷൻ കോളത്തിലല്ലാതെ എവിടെയും ആരും എന്നോട് ജാതി ചോദിച്ചിട്ടുമില്ല. എൻ്റെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിച്ചത് സ്കൂളിൽ ഔചാരിതമായി പരിചയപ്പെട്ട ഒരു സുഹൃത്താണ്. അവൻ്റെ വീട്ടുകാരാണ്. അവൻ്റെ വീട്ടുകാരിൽ നിന്നും പുറത്ത് വിശാലമായൊരു ലോകമുണ്ടെന്നും അവിടെ ഒരുപാട് സാധ്യതകളുണ്ടെന്നും ഞാൻ തിരിച്ചറിഞ്ഞ് അച്ഛനൊപ്പം കിണർ പണിക്ക് പോകാനിരുന്ന ഞാൻ വലിയ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങിയത് അവിടുന്നാണ്. ആ സ്വപ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ശ്രമിച്ചപ്പോഴാണ് മറ്റാർക്കുമില്ലാത്ത അവസരങ്ങൾ ജാതിയുടെ പേരിൽ എനിക്കുണ്ടെന്ന് മനസ്സിലാകുന്നത്. പഠിക്കാൻ ഞാൻ ഒരിക്കലും മിടുക്കനായിരുന്നില്ല. കഷ്ടിച്ച് തട്ടിയും മുട്ടിയും അങ്ങ് പോകും. എന്നാൽ ദളിതനായതിൻ്റെ ആനുകൂല്യം എന്നെ തുണച്ചു. കേട്ടോ, ആ നാടകീയത മുറ്റി വരുന്നത് കണ്ടോ എന്ന് പറഞ്ഞാൽ, ആ വേടൻ പറഞ്ഞ കഥകളുടെ ഒരു നറേറ്റീവ് മറുവശത്തുണ്ടാക്കി അതിങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. എന്നിട്ടോ ഇഷ്ടപ്പെട്ട സ്കൂളിൽ തന്നെ +2 അഡ്മിഷൻ, അതിനുശേഷം എഞ്ചിനീയറിംഗിൽ അഡ്മിഷൻ, ഫീസില്ലാതെയുള്ള പഠനം, ഏറ്റവും ഒടുവിൽ ഗവൺമെൻറ് ജോലി. അവിടെയെല്ലാം എൻ്റെ ജാതി എനിക്ക് അനുഗ്രഹമായി. ജാതി നൽകിയ സാധ്യതകൾ ഞാൻ പ്രയോജനപ്പെടുത്തിയെന്ന് വേണം പറയാൻ. അല്ലാതെ നീ പറയുന്നത് പോലെ പഠിക്കാനുള്ള കഴിവൊന്നും എൻ്റെ DNA ഇല്ലെന്ന് പറഞ്ഞിരുന്നേൽ കിണർ കുഴിക്കുന്നിടത്തോളോ മരം വെട്ടുന്നിടത്തൊക്കെ എന്നെ കണ്ടേനെ. എന്തിനേറെ പറയുന്നു, ദളിതനായ നീ സിനിമയിൽ വരെ എത്തിയില്ലേ? നിന്നെ പിന്തുണയ്ക്കുന്നവർ ദളിതർ മാത്രമാണോ? എവിടെയെങ്കിലും ജാതിയുടെ പേരിൽ നിന്നെ തടഞ്ഞോ? എവിടെയെങ്കിലും മാറ്റി നിർത്തിയോ? പണ്ട് നിന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടാവാം. അത് ജാതിയുടെ പേരിലല്ല, നിൻ്റെ സ്റ്റാറ്റസിൻ്റെ പേരിലും വിദ്യാഭ്യാസത്തിലും കഴിവിലുമൊക്കെയാണ് വിലയുണ്ടാവുക. നിൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടു വരുന്ന പിള്ളേരാണ് നിൻ്റെ ആരാധകർ. അവർക്ക് നീ പറഞ്ഞു കൊടുക്കേണ്ടത് ഈ ആധുനിക ലോകത്തിൻ്റെ സാധ്യതയെക്കുറിച്ചാണ്. അല്ലാതെ നീ ദളിതനാണ്, നിൻ്റെ DNA കഴിവൊന്നുമില്ല, നിന്നെ എല്ലാവരും അവഗണിക്കും എന്നൊക്കെ പറഞ്ഞ് അവരുടെ കുഞ്ഞു മനസ്സ് മടിപ്പിക്കുകയല്ല വേണ്ടത്. രാഷ്ട്രീയമൊക്കെ ആകാം, പക്ഷേ അത് നിന്നെ വിശ്വസിക്കുന്നവരെ വഞ്ചിക്കുന്നതാകല്ല്. ഇതാണ് ആ എഴുത്ത്. എന്ത് മനോഹരമായ എഴുത്താണ്. അതിൻ്റെ ഭൂതകാലവും വർത്തമാനകാലവും ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. അതിൻ്റെ ഭൂതകാലത്തിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ വേടൻ അവാർഡ് വാങ്ങിച്ച മഹാത്മാ അയ്യങ്കാളി, അദ്ദേഹത്തിൻ്റെ കഥകളെക്കുറിച്ച്, ചരിത്രത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ വായിച്ചതാണ്. 1868 വെങ്ങാനൂരിൽ ജനിച്ച അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് അയ്യനെന്നും അമ്മ മാലയെന്നുമായിരുന്നു. മകനിട്ട പേര് കാളി എന്നാണ്. ഈ പറഞ്ഞതുപോലെ അങ്ങനെ ചേർത്ത് വിളിച്ചാണ് ഈ കാളി അയ്യങ്കാളിയായത്. ഈ അയ്യങ്കാളിയുടെ അച്ഛനും അമ്മയും ഒക്കെ വളരെ കരുത്തുറ്റ അധ്വാനികളും നല്ല അരോഗ ദൃഢഗാത്രരുമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഒരു വലിയ ജന്മിയായ ഒരാൾ ഈ ഇരുവരെയും അവിടുത്തെ ഒരു കാട് വെട്ടിത്തെളിച്ച് വൃത്തിയാക്കുന്നതിന് വേണ്ടി ഏൽപ്പിച്ചു. കൂലിയും ശമ്പളമൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ ഇല്ലേ, നമ്മുടെ കൃഷ്ണകുമാർ സാറ് പറഞ്ഞ പോലെ കുഴി കുത്തി അതിനകത്ത് കുടിക്കാൻ കൊടുക്കും. 19-ാം നൂറ്റാണ്ടാണ് എന്നുള്ള ഓർമ്മയൊക്കെ വേണം. ഇതങ്ങ് പണ്ട് 6-ാം നൂറ്റാണ്ടും 5-ാം നൂറ്റാണ്ടും ഒന്നുമല്ല, 1863 കഥയാണ് പറയുന്നത്. അപ്പോൾ അന്ന് ഈ കുഴി കുത്തിയൊക്കെ ആയിരിക്കും ഇത് കൊടുക്കുന്നത്. ഏതായാലും ഇദ്ദേഹം വളരെ ശക്തമായി ഈ ജോലിയെല്ലാം ചെയ്തത്
ഇതിൻ്റെ ഭൂവുടമയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് 5 ഏക്കർ സ്ഥലം ഈ കുടുംബത്തിന്, അയ്യൻ്റെ കുടുംബത്തിന് പതിച്ചു കൊടുത്തു. അന്ന് സ്വന്തമായി രജിസ്റ്റർ ചെയ്ത 5 ഏക്കർ ഭൂമിയുള്ളത് ഈ ദളിത് വിഭാഗത്തിലെ ഈ കുടുംബത്തിന് മാത്രമാണ്. കൊടുത്തത് ഈ മാട് പോലെ പണിയെടുപ്പിച്ച് ഇഷ്ടപ്പെട്ട ഒരു സവർണ്ണ വിഭാഗത്തിൽപ്പെടുന്ന ആളാണ്. പക്ഷെ ബാക്കിയുള്ള ഒത്തിരി പേർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ കൊടുത്തതിൻ്റെ പേരിൽ അയാളെ ഒറ്റപ്പെടുത്തി ഇവരെയും വല്ലാതെ പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്തു. ഈ അയ്യങ്കാളി വിദ്യാർത്ഥിയായിരിക്കെ നല്ല അരോഗദൃഢഗാത്രനും ആരോഗ്യമുള്ളവനും ആയപ്പോൾ കുട്ടികളുടെ കൂടെ ഫുട്ബോൾ കളിച്ചപ്പോൾ ഒരു പന്തടിച്ചത് അപ്പുറത്തെ വീട്ടിലെ ഒരു വീട്ടിൻ്റെ മതിലിൽ പോയി തട്ടി. അത് അവിടുത്തെ സവർണ്ണ മുതലാളിക്ക് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം വന്ന് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അമ്പുഴുക്കും തെറി പറഞ്ഞ് അദ്ദേഹത്തെ ഓടിച്ചു. വീട്ടിൽ ചെന്ന് അച്ഛനോടും അമ്മയോടും പറഞ്ഞപ്പോൾ അവരും ഈ അയ്യങ്കാളിയെ തെറി പറഞ്ഞു. നീ എന്തിനാണ് അങ്ങനെ പോയത്? കാരണം അവർക്കും സഹിക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അങ്ങനെ എവിടെങ്കിലും ഇരുന്ന് ഈ പറയുന്നത് പോലെ അങ്ങനെ തനിച്ചു പോയിരുന്ന് കരഞ്ഞ് ഈ സമൂഹത്തെ എങ്ങനെ രക്ഷപ്പെടുത്തണം എന്ന് ചിന്തിച്ച് ഒരു പുലിക്കുട്ടിയായി മാറുകയായിരുന്നു ഈ അയ്യങ്കാളി എന്ന് പറയുന്നത്. എനിക്ക് ഈ മഹാത്മാ അയ്യങ്കാളിയെ വലിയ ഇഷ്ടമുള്ള ഒരാളാണ്. കാരണം സാധാരണ ഈ നേതാക്കളൊക്കെ പല കുഴപ്പങ്ങളും കുന്നായ്മകളും കുറുക്കത്തരവും ഒക്കെ കാണിച്ചിട്ട് പിന്നീട് എഴുതി വലിയ പ്രമാണിമാരാക്കിയ ആളുകളുണ്ട്. പിന്നെ രണ്ടാമതൊരു വിഭാഗം എവിടെങ്കിലുമൊക്കെ സംരക്ഷിത മേഖലയിൽ തണലിലിരുന്ന് ബാക്കിയുള്ളവർ അടികൊണ്ടവരുടെ പേരിൽ പ്രശസ്തരായവരുണ്ട്. പക്ഷേ മഹാത്മാ അയ്യങ്കാളി അങ്ങനെയല്ല. നേർക്ക് നേരെ ഇറങ്ങി പോരടിച്ച, അതിന് കൈക്കരുത്തും മാനസിക കരുത്തും എല്ലാ അധ്വാനവും പ്രയോഗിച്ച ഒരാളാണ് ഈ മഹാത്മാ അയ്യങ്കാളി എന്ന് പറയുന്നത്. പിന്നീടാണ് ഒരുപാട് ചരിത്രമുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ വില്ലുവണ്ടി സമരമൊക്കെ നടക്കുന്നത്. അങ്ങ് കോയമ്പത്തൂരിൽ പോയി 2 കാളകളെ വാങ്ങിച്ച് വില്ലുവണ്ടി കെട്ടി. അന്ന് എല്ലാവർക്കും നടക്കാനുള്ള അവകാശം രാജാവ് കൊടുത്തെങ്കിലും കൊച്ചു മഹാരാജാക്കന്മാരാരും കൊടുത്തില്ല. ഏത് മഹാരാജാക്കന്മാർ? ഇപ്പോൾ ഈ നറേറ്റീവൊക്കെ എഴുതുന്ന മഹാരാജാക്കന്മാരുടെ പൂർവികർ കൊടുത്തില്ല. അതിന് ഒരു വില്ലുവണ്ടി കെട്ടി ആ വില്ലുവണ്ടി കുലച്ചിട്ട്, അന്ന് സവർണർക്കേ അതൊക്കെ പറ്റുള്ളൂ വില്ലുവണ്ടി കെട്ടാനൊക്കെ, നല്ല വെള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ്, അതൊക്കെ പ്രതീകാത്മകമാണ്. വെള്ള വസ്ത്രങ്ങൾ അയ്യങ്കാളി അണിയാൻ പാടില്ല. പിന്നെ നല്ല കിന്നരി വെച്ച തലപ്പാവ്, അതന്ന് സവർണർക്കേ പറ്റുള്ളൂ. അത് വെച്ചുകൊണ്ട് തെരുവിലൂടെ പോവുകയും എതിർക്കാൻ വന്നവരോടൊക്കെ ഏറ്റുമുട്ടി അതിന് പ്രതികാരവും മറുപടിയും നൽകിയാണ് ഈ മഹാത്മാ അയ്യങ്കാളി അങ്ങ് മുന്നോട്ട് സഞ്ചരിച്ചത്. പിന്നീടാണ് ചരിത്രം അടയാളപ്പെടുത്തുന്ന പെരിനാട് പിന്നെ സമരം എന്നൊക്കെ പറയുന്ന കല്ലുമാല സമരമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവിടെ താഴ്ന്ന ജാതിക്കാർ ഈ കല്ലുമാല ധരിക്കണം, അത് ധരിച്ചുകൊണ്ടേ മാറുമറയ്ക്കാവൂ, അത് ധരിച്ചുകൊണ്ട് പോകണം, അടിമത്തത്തിൻ്റെ അടയാളമാണത്. അതിനെ എതിർത്ത് ഈ പറഞ്ഞതുപോലെ ഏറ്റുമുട്ടലുണ്ടായപ്പോൾ അതിന് കേസ് നടത്തുന്ന TM വർഗീസിന് കൂലി കൊടുക്കാനില്ലാത്തതിന് ഇപ്പോൾ ഈ എഴുതിയ പറയുന്ന ആളുകളുടെയൊക്കെ പൂർവികർ ഞങ്ങളുടെ കയ്യിൽ കാശ് തരാനില്ല, അതിന് കൂലിയായി ഒരു കുളം കുഴിച്ചു തരാം എന്ന് പറഞ്ഞ് കുഴിച്ചു കൊടുത്ത കുളമാണ് കൊല്ലം ജില്ലാ പഞ്ചായത്തിലുള്ള നമ്മുടെ കമ്മൻകുളം എന്നറിയപ്പെടുന്ന ആ കുളം. ചരിത്രപരമായി അവരുടെ ചോരയും നീരും വിയർപ്പാക്കിയ അധ്വാനത്തിൻ്റെ ഫലമാണ് ആ പറയുന്ന ആ കുളവും ആ കുളത്തിലെ വെള്ളവുമൊക്കെ. പിന്നെ കാലമേറെ കഴിഞ്ഞ് അയ്യങ്കാളി ഇതൊക്കെ നിലയിലെത്തിയിട്ട് പഞ്ചമിയെയും കൊണ്ട് ഒരു സ്കൂളിൽ പഠിപ്പിക്കാൻ ചെന്നപ്പോൾ അവിടെ ബാക്കി കുട്ടികളെ മുഴുവൻ പിൻവലിക്കുകയും പഞ്ചമിയെ പഠിപ്പിക്കില്ലെന്ന് പറയുകയും പഞ്ചമി പഠിക്കാനിരുന്ന ബെഞ്ച് കത്തിക്കുകയും ചെയ്ത ചരിത്രവും ഭൂതകാലത്തിൻ്റെ ദൂരഭൂതകാലമൊന്നുമല്ല, വിദൂര ഭൂതകാലമല്ല, സമീപ ഭൂതകാലത്തുണ്ട്. ആ ഉരുട്ടമ്പലം സ്കൂളിന് അയ്യങ്കാളിയുടെ, മഹാനായ അയ്യങ്കാളിയുടെ പേരിട്ടു, മഹാത്മാ അയ്യങ്കാളിയുടെ പേരിട്ടു. മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഒക്കെ പോയി ആ ബെഞ്ച് അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇന്ന് അതേ സ്കൂളിൽ ഈ അയ്യങ്കാളിയുടെ 4ാം തലമുറയും 5ാം തലമുറയും പഠിക്കുന്നു എന്ന് പറയുന്ന ആ അവസ്ഥയിലേക്കൊക്കെ എത്തിച്ചേർന്നത് ഇതുപോലെയുള്ള പോരാട്ടം കൊണ്ടും അതുപോലെയുള്ള സംഗതികൾ കൊണ്ടുമാണ്. അവിടെ മുതൽ ഒരുപാട് കഥയുണ്ട്, ദൈർഘ്യമായി പോകും ഞാൻ പറഞ്ഞാൽ. ഇതൊക്കെ ഭൂതകാലമാണ്. അപ്പോൾ നിങ്ങൾ പറയും ഇതൊക്കെ കഴിഞ്ഞതല്ലേ? ഇപ്പോൾ ഇയാൾ ഈ കഥ എഴുതിയേക്കുന്നത് കണ്ട് സമ്പത്തുള്ളവനെല്ലാം, സമ്പത്ത് അയ്യങ്കാളിക്ക് സാമാന്യമായ സമ്പത്ത് അന്നും ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ പേരിലാണിതെല്ലാം സംഭവിച്ചത്. ഇനി വർത്തമാന കാലഘട്ടത്തിലേക്ക് വന്നാൽ ഈ DNA കാര്യമെല്ലാം പറഞ്ഞിരിക്കുന്നല്ലോ. ഇപ്പോൾ ഇതിനകത്ത് പറയുന്നല്ലോ, വേടനെ നിന്നെ പണ്ടുള്ളവരെന്തെങ്കിലും ചെയ്ത് കാണും, ഇപ്പോഴെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന്. ചെയ്തിട്ടില്ലേ? യഥാർത്ഥത്തിൽ സമൂഹം മുഴുവൻ ഒറ്റക്കെട്ടായി കൂക്കി വിളിച്ച് ശബ്ദമുണ്ടാക്കിയതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ അവൻ്റെ നെഞ്ചിൽ കിടന്ന പുലിപ്പല്ലിൻ്റെ പേരിൽ ലാലേട്ടൻ്റെ ആനപ്പല്ല് കണ്ട് ഒന്നും തോന്നാതിരുന്നവർ വലിയ കേസെടുത്ത് അവൻ ഭക്ഷണം കഴിക്കുന്ന ടേബിളിൻ്റെ ചിത്രങ്ങളടക്കം പുറത്തുവിട്ട് ആസ്വദിക്കാൻ വേണ്ടി തലമൊരുക്കിയത് കണ്ടത് കേരള സമൂഹമാണ്. കേരള സമൂഹം ഒറ്റക്കെട്ടായി അതിനോട് പ്രതികരിച്ചതിൽ ഈ പറയുന്ന ദളിതർ മാത്രമൊന്നൊന്നുമല്ല, ആ സംഗതികളും സത്യവും അറിയാവുന്ന എല്ലാ സമുദായത്തിൽപ്പെട്ടവരും പ്രതികരിച്ചു. പക്ഷേ ഈ പോസ്റ്റ് ഇടുന്നവരും ആ പോസ്റ്റിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്നവരും ഒന്നും അതിനോടൊപ്പം ഇല്ലായിരുന്നു എന്നുള്ളതാണ് സ്ഥിതി. പിന്നെ നമ്മൾ മറന്നു പോകരുത്, ഈ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട്, യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളത്തിൻ്റെ ഇന്നത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ
ഒരു 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 വിശ്വാസിയായ സഹോദരി വിളിച്ച പേര് എനിക്കിവിടെ പറയാനൊക്കുന്നില്ല. ചോ ചേർത്തൊരു പേര് വിളിച്ചു. അന്ന് എല്ലാവരും കേട്ടതാണ്. എന്താ, മുഖ്യമന്ത്രിയെ പറഞ്ഞാൽ പോരെ? എന്തിനാണ് ചോ ചേർത്ത് വിളിക്കുന്നത്? പിന്നെ ഒരു സനാതനധർമ്മ മലയാള പത്രം മുഖ്യമന്ത്രിയുടെ അച്ഛൻ്റെ കുലത്തൊഴിൽ വരെ പറഞ്ഞ് എഡിറ്റോറിയൽ എഴുതി. കേരളത്തിൻ്റെ നമ്മുടെ മന്ത്രി, ദേവസ്വം മന്ത്രി, ഇപ്പോഴത്തെ MP രാധാകൃഷ്ണൻ സാറ് അധികാരമില്ലാത്ത ആളൊന്നും അല്ലല്ലോ, അധികാരമുള്ള ആളല്ലേ. അധികാരം സമ്പത്തിനെ പോലെ തുല്യമായ ഒരു സംഗതിയല്ലേ. എന്നിട്ട് അദ്ദേഹത്തിന് നേരിട്ട അവഗണന അദ്ദേഹം തന്നെയല്ലേ പറഞ്ഞത്? അദ്ദേഹം തന്നെ തുറന്ന് പറഞ്ഞില്ലേ? അത് വർത്തമാനകാല സംഗതിയല്ലേ. ഇവിടെ DNA കണക്കും ഒരു നായർ പെൺകുട്ടിയെ കെട്ടിയ ദളിത് യുവാവിൻ്റെ വീരകഥകളും ഒക്കെ പറയുമ്പോൾ അതിവിടെ അല്ലേ നടന്നത്? എന്തിനാ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഒരു സവിശേഷമായ ജാതിയിൽപ്പെട്ട ആളല്ലെങ്കിൽ അയാൾക്ക് ആ തൊഴിൽ ചെയ്യാനൊക്കത്തില്ല എന്ന് പറഞ്ഞത് ഈ നൂറ്റാണ്ടിലല്ലേ, ഈ മണിക്കൂറുകളിലല്ലേ? പിന്നെ നമ്മുടെ ശിവഗിരിയിലെ സ്വാമി വസ്ത്രം ഇട്ടുകൊണ്ട് പോകുന്ന സംഗതിയുമായി ബന്ധപ്പെട്ടൊരു സംഗതി ഉണ്ടല്ലോ, ഉടുപ്പൂരിയിട്ട് ക്ഷേത്രത്തിൽ കയറണം, അത് ആചാര ലംഘനമാണെന്ന് ഒരു വശവും അല്ല എന്നുള്ളൊരു വശവും. അദ്ദേഹം ഉടുപ്പിട്ടുകൊണ്ട് തന്നെ കയറാം എന്ന് പറഞ്ഞപ്പോൾ അതിനോട് ആർക്കും വിയോജിക്കാം. ഊരി വെച്ചിട്ടേ കയറാവൂ, അത് ആചാരത്തിൻ്റെ ഭാഗമാണെന്ന് പറയാം. പക്ഷേ സാക്ഷാൽ നമ്മുടെ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ സാർ ചോദിച്ചത് എന്താ? അയാൾക്കാരാണ് കൊടുത്തിരിക്കുന്ന അവകാശം അത് പറയാനെന്നാണ് ചോദിച്ചത്. എന്ന് പറഞ്ഞാൽ ആ അവകാശമൊന്നും അവർക്ക് കൽപ്പിക്കപ്പെട്ടതല്ല എന്നല്ലേ പറയുന്നത്. എന്ന് പറയുമ്പോൾ ഈ എഴുത്തുകാരൻ എഴുതി വച്ചിരിക്കുന്നത് കണ്ടാൽ ഈ ജാതി വ്യത്യാസം ആകെ സർട്ടിഫിക്കറ്റിലേ ഉള്ളൂ, ഈ സമൂഹത്തിലൊന്നും ഒട്ടുമില്ല, അതെല്ലാം കാശിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് കബളിപ്പിക്കുന്ന ഇത്തരം കുറുക്കുകളെയും കുരുപ്പുകളെയും പിന്നെ അതുപോലെ തന്നെ കുരുട്ട് ബുദ്ധിയെയും ഒക്കെ മലയാളികൾ കരുതിയിരിക്കുക. ജാതി എന്ന് പറയുന്നത് അത് പല രൂപത്തിലും ഭാവത്തിലും മനുഷ്യർക്കിടയിൽ പല ഇടത്തിലുണ്ട്, പല രൂപത്തിലുണ്ട്. അതെല്ലാമൊന്നും സാമ്പത്തികമല്ല. അതിൽ ഈ പറഞ്ഞ ഭൂതകാലം മുതൽ വർത്തമാനകാലം വരെയുള്ള ഒരു ചരടുകളും അത് സംരക്ഷിക്കുന്നവരും അത് അടിസ്ഥാനമായി സ്വീകരിക്കുന്നതും തുല്യത ഉൾക്കൊള്ളാത്തവരുമായ ഒരു സമൂഹമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ സത്യസന്ധമായ സ്ഥിതി.